ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ്. പർട്ടിക്കുലർലി ഒരു ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. പ്രധാനമായിട്ട് നമ്മൾ 5ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ ഡൈവേഴ്സിറ്റീസ് മെൻഷൻഡ് ബൈ ജവഹർലാൽ നെഹ്റു ഇൻ ഹിസ് ബുക്ക് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ എന്തൊക്കെ വൈവിധ്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഫസ്റ്റത്തെ ചോദ്യം. അപ്പോൾ അത് നോക്കാം. ആൻസേഴ്സ്: ലാംഗ്വേജ്, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഫെസ്റ്റിവൽസ്, മ്യൂസിക്, കോസ്റ്റ്യൂം, ട്രഡീഷൻസ്, വേരിയസ് കളേഴ്സ്, ഡാൻസ് ഫോംസ്, ഇൻസ്പയറിങ് സ്റ്റോറീസ്. അതായത് ഭാഷയെപ്പറ്റി ആയാലും നമ്മളുടെ ഫെസ്റ്റിവൽസ്, മ്യൂസിക്, വേരിയസ് കളേഴ്സ്, ഡാൻസ് ഫോംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള വ്യത്യസ്തതകളെ പറ്റിയൊക്കെയാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്കിൽ ജവഹർലാൽ നെഹ്റു മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ദ സോങ് മിലേ സുർ മേരാ തുമാര. മിലേ സുർ മേരാ തുമാര എന്ന് പറയുന്ന സോങ്ങിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? Just as different rivers merge into a single ocean, when diverse people, cultures and ideas come together, they create beautiful unity which reflects the concept of this song. അതായത് ഈ സോങ്ങിനെ സംബന്ധിച്ചിടത്തോളം പല പുഴകൾ ഒരു സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നത് പോലെ തന്നെ പല വ്യത്യസ്ത കൾച്ചേഴ്സിലും വ്യത്യസ്ത ഐഡിയാസിലും ഒക്കെ ഉള്ള പീപ്പിൾസ് എന്ത് ചെയ്യുന്നു, വളരെ മനോഹരമായ ഒരു ഐക്യം കാണിക്കുന്നുണ്ട്. അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് തരുമ്പോൾ ഒരു മനോഹരമായ ഐക്യം കാണുന്നു. ആ ഒരു കോൺസെപ്റ്റാണ് ഈ സോങ്ങിൻ്റെത്. അതായത് വ്യത്യസ്തമായ ആളുകളും കൾച്ചേഴ്സും ഒക്കെ കൂടുമ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ട്. അതാണ് ഈ സോങ്ങിൻ്റെ കോൺസെപ്റ്റ്. സോ 3ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സോങ് മിലേ സുർ മേരാ തുമാര. മിലേ സുർ മേരാ തുമാര എന്ന് പറയുന്ന സോങ്ങിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദ സോങ് മിലേ സുർ മേര വാസ് കമ്പോസ്ഡ് ഇൻ 1988 ടു സ്ട്രെങ്തൻ ദ നാഷണൽ യൂണിറ്റി ഓഫ് ഇന്ത്യ. മിലേ സുർ മേര തുമാര എന്ന് പറഞ്ഞിരിക്കുന്ന സോങ് കമ്പോസ് ചെയ്തത് 1988 അതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സാമൂഹികപരമായ യൂണിറ്റി എന്നുള്ളതാണ്. ദേശീയപരമായ ഒരു യൂണിറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സോങ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലിറിക്സ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് എംഫസൈസിങ് ദ കോൺസെപ്റ്റ് ഓഫ് യൂണിറ്റി. ഈ സോങ്ങിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലുള്ള ലിറിക്സാണ് യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു യൂണിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സോങ്ങിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലുള്ള ലിറിക്സ് യൂസ് ചെയ്തിരിക്കുന്നത്. So 4th question, what all similar features are there between Onam festival in Kerala and Teej festival in Rajasthan? രാജസ്ഥാനിലുള്ള തീജ് ഫെസ്റ്റിവലും കേരളയിലുള്ള ഓണം ഫെസ്റ്റിവലും തമ്മിലുള്ള എന്തൊക്കെ സിമിലാരിറ്റീസ് ആണുള്ളതെന്നുള്ളതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓണം ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മലയാളം മന്ത് ഓഫ് ചിങ്ങം, വൈൽ തീജ് ഫാൾസ് ഇൻ ദ മന്ത് ഓഫ് ശ്രാവണ വിച്ച് ഈസ് ഈക്വൽ ഇൻ ടു ചിങ്ങം. അതായത് നമുക്കറിയാം കേരളത്തിൽ മലയാള മാസമായ ചിങ്ങത്തിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തീജ് വരുന്നത് എന്ന് പറയുന്നത് ശ്രാവണ മാസത്തിലാണ്. ആ ശ്രാവണ മാസം മലയാളത്തിലെ ചിങ്ങത്തിനോട് സമമാണ്. നെക്സ്റ്റ് വൺ, ലൈക്ക് ഓണം സ്വിങ്ങിങ്, വിയറിങ് ന്യൂ ക്ലോത്ത്സ് ആൻഡ് മേക്കിംഗ് സ്വീറ്റ്സ്, ഫീസ്റ്റിംഗ് അറ്റ് റിലേറ്റീവ്സ് ഹൗസസ് ക്യാൻ ബി ഓൾസോ സീൻ ഹിയർ. അതായത് ഓണത്തിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ആഘോഷങ്ങളായ ഊഞ്ഞാലാടുന്നതും പുതിയ ഡ്രസ്സുകൾ ധരിക്കുന്നതും സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതും റിലേറ്റീവ്സിൻ്റെ ഹൗസിൽ വിസിറ്റ് ചെയ്യുന്നതൊക്കെ സാധാരണയായിട്ട് ഈ തീജ് എന്ന് പറയുന്ന ഫെസ്റ്റിവലിലും കാണാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൾച്ചർ, ഹൗ കൾച്ചർ ഈസ് ഫോംഡ്. കൾച്ചർ എന്താണ്, എങ്ങനെയാണ് കൾച്ചർ ഫോം ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. അവർ കൾച്ചർ ഈസ് ഫോംഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ലാംഗ്വേജ്. ദ വേ വി തിങ്ക് ആൻഡ് ആക്ട് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് അവർ കൾച്ചർ. കൾച്ചർ ഈസ് സംതിങ് വി ഇൻഹെറിറ്റ് ട്രഡീഷണലി ആസ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കൾച്ചർ ഫോം ചെയ്തിരിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഫുഡ്, നമ്മുടെ ഡ്രസ്സ്, ലാംഗ്വേജ് എല്ലാം ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കുന്ന രീതികൾ പോലും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും നമ്മളുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. നമുക്ക് കൾച്ചർ
പരമ്പരാഗതമായിട്ട് തന്നെ ഈ സൊസൈറ്റിയിലൊരു മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒന്നും കൂടിയാണ് നമ്മളുടെ കൾച്ചർ. ഹൗ ഡസ് ഈച്ച് ഇൻഡിവിജ്വൽ അക്വയർ കൾച്ചർ? അങ്ങനെ ഒരു സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും എങ്ങനെയാണ് കൾച്ചർ നേടിയെടുക്കുന്നത് എന്നുള്ളതാണ് 6ാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈച്ച് ഇൻഡിവിജ്വൽ അക്വേഴ്സ് ദെയർ ഓൺ കൾച്ചർ. അഥവാ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സോടു കൂടിയാണ് ഓരോ ഇൻഡിവിജ്വലും അവരവരുടെ കൾച്ചർ അക്വയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് കൾച്ചർ? കൾച്ചറിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആൻസർ ആർട്ട്, മ്യൂസിക്, ലിറ്ററേച്ചർ, ഫിലോസഫി, റിലീജിയൻ, സയൻസ്. ഇതൊക്കെ എന്താണ് നമ്മുടെ കൾച്ചറിൻ്റെ കമ്പോണൻസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ? അടുത്ത് നമ്മൾ ചോദിക്കുന്നത് മെറ്റീരിയൽ കൾച്ചർ എന്താണ്, അതിൻ്റെ എലമെൻറ്റ്സ് എന്തെന്നുള്ളതാണ്. So food, clothing, household items and so on which can be seen on the surface and are tangible are the components of material culture. അഥവാ നമുക്ക് കാണാൻ സാധിക്കുന്നതും നമുക്ക് തൊടാൻ പറ്റുന്നതുമായ കമ്പോണൻസ് ആണ് മെറ്റീരിയൽ കൾച്ചർ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? ഫുഡ്, ക്ലോത്തിങ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്. അതൊക്കെ മെറ്റീരിയൽ കൾച്ചറിൻ്റെ കമ്പോണൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. എലമെൻറ്റ്സ് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്താണെന്നുള്ളത് നോക്കാം. ബിലീഫ്സ്, തോട്ട്സ്, ഐഡിയാസ് ആൻഡ് സോ ഓൺ വിച്ച് ആർ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആർ കമ്പോണൻസ് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. അഥവാ നമുക്ക് തൊടാൻ സാധിക്കാത്തതും കാണാൻ സാധിക്കാത്തതും, അതായത് ബിലീഫ്സ്, തോട്ട്സ്, ഐഡിയാസ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കമ്പോണൻസ് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.